സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ മാഹിറുൽ മഅഖിലിയാണ് സംസാരിച്ചത്. സിത്രി എന്നതാണ് അദ്ദേഹം ചർച്ച ചെയ്തതായ വിഷയം. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം അനുഗ്രഹിക്കുന്നവനാണ്. അവൻ സൃഷ്ടികളെ ദുനിയാവിൽ വെച്ചിട്ടാവട്ടെ പരലോകത്തിൽ വെച്ചിട്ടാവട്ടെ ശിക്ഷിക്കാൻ ഇഷ്ടപ്പെടാത്ത ശക്തിയാണ്. അവന്റെ അനുഗ്രഹം കാരണത്താൽ തന്നെ ഇവിടെ ഭൂമിയിൽ സൃഷ്ടികൾക്ക് അള്ളാഹുലേക്ക് അടുക്കാനുള്ള ചാൻസുകൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടേയിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതായ തെറ്റുകളെ അപ്പടി തന്നെ അതിന് ശിക്ഷ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ നടപടി കൈക്കൊള്ളാതിരിക്കുകയും ചെയ്യുക എന്നത് അവന്റെ വിശാലമായ റഹ്മത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് സൃഷ്ടികളായ നാം എപ്പോഴും റബ്ബുൽ ഇസ്സത്തുമായുള്ളതായ ബന്ധം സ്ഥാപിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതും അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കേണ്ടതും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നിട്ട് നിരാശപ്പെടാൻ വേണ്ടി പാടുപെടേണ്ടതുമാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. ധാരാളം പാപങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ടിരിക്കുന്ന ജീവിക്കുന്ന വിഭാഗത്തോട് അള്ളാഹു സംസാരിക്കുന്ന ശൈലി യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. സ്വശരീരത്തിന്റെ മേൽ അക്രമം നടത്തിയതായ അഥവാ ദോഷങ്ങളും പാപങ്ങളും ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചതായ എന്റെ അടിമകളെ ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നിട്ട് നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അവൻ എല്ലാ പാപങ്ങളെയും പുറത്തു തരുന്ന ആളാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അങ്ങേയറ്റം മാഫി ചെയ്തു തരുന്ന ആളാണ് എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറഞ്ഞതായ ആയത്ത് ഓതിയും കൊണ്ടാണ് മക്ക ഇമാം സംസാരിക്കാൻ ആരംഭിച്ചത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദോഷങ്ങൾ പാപങ്ങളുള്ള ഭാഗങ്ങളെ പരസ്യപ്പെടുത്താതിരിക്കാൻ അഥവാ പാപം ചെയ്തവരെ ദോഷം ചെയ്തവരെ അവരുടെ ദോഷത്തിന്റെ കാരണത്താൽ അവരെ അപമാനിക്കാതിരിക്കുവാനും അവരെ ആക്ഷേപിക്കാതിരിക്കുവാനും അവരുടെ ആ ദോഷത്തെ മറക്കാനും പരിശ്രമിക്കലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദ്റത്തിലേക്ക് വ്യഭിചരിച്ചതായ ആ മാഇസ് എന്ന സഹാബി വന്നതായ സന്ദർഭത്തിൽ നിങ്ങൾ ചുംബിച്ചു പോയതായിരിക്കും, നിങ്ങൾ തൊട്ടുപോയതായിരിക്കും എന്നീ പല ദൂരെ നിന്നുള്ളതായ ഭാഗങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അതിൽ നിന്നിട്ട് വിട്ടുനിൽക്കാനും അഥവാ അദ്ദേഹം പാപമോചനം ചെയ്യുവാനും അള്ളാഹുവിനോട് പാശ്ചാത്തപിക്കുവാനുള്ളതായ ചാൻസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയായിരിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് സമീപിച്ച രീതി അങ്ങനെയായിരുന്നു. അപ്പോൾ നാം തെറ്റുകൾ അഥവാ നമ്മിൽ നിന്നിട്ട് വന്നു പോയാൽ തന്നെ ആ തെറ്റുകളെ ജനങ്ങളുടെ മുമ്പിൽ പരസ്യപ്പെടുത്താതെയും അത് പറഞ്ഞു നടക്കാതെയും രഹസ്യമാക്കി റബ്ബുൽ ഇസ്സത്തിനോട് നീയും നിന്റെ റബ്ബുമായിട്ട് അത് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു തീർച്ചയായിട്ടും പുറത്തു തരുക തന്നെ ചെയ്യുമെന്ന അർത്ഥത്തിലേക്ക് വല്ലപ്പോഴും വല്ല തെറ്റുകളും സഹാബാക്കൾ നിന്നിട്ട് വന്നു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ജനമധ്യ വെച്ചിട്ട് ആക്ഷേപിക്കാറുണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉപയോഗിക്കാറുള്ളതായ ശൈലി മാബാലു അഖ്വാമിൻ, എന്ത് സംഭവിച്ചു സമൂഹത്തിന് എന്ന ശൈലിയാണ്. എന്നല്ലാതെ എന്തടോ നീ അങ്ങനെ കാട്ടിയത് എന്ന് അദ്ദേഹത്തിനോട് നേർക്ക് നേരെ പറയാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ള ശൈലിയാണ് ഈ ഖാദൂറാത്തുകളിൽ നിന്ന് ഈ നീച നികൃഷ്ട പ്രവർത്തനങ്ങളിൽ നിന്നിട്ട് വല്ലതിലൂടെയും പരീക്ഷിക്കപ്പെട്ട വ്യക്തികൾ ഉണ്ടെങ്കിൽ തെറ്റുകൾ വന്നു പോകാറുള്ളതായ ആൾക്കാര് അഥവാ കള്ളുകുടിയന്മാര് പോലോത്ത വ്യഭിചാരങ്ങൾ ചെയ്യുന്നവർ പോലോത്ത അവരൊക്കെ എന്ത് ചെയ്യുക, അല്ലാഹുവിന്റെ റസൂല് അതിൽ നിന്നിട്ട് വിട്ടു നിൽക്കുവാനും മോചിച്ചു നിൽക്കുവാനും വന്നുപോയാൽ പരസ്യപ്പെടുത്താതിരിക്കുവാനും പരിശ്രമിക്കുക എന്ന ശൈലിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിക്കാറുണ്ട്. അതെ, പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു റബ്ബുൽ ഇസ്സത്തിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സിഫത്തിൽപ്പെട്ട തന്നെയാണ് അവൻ സിത്തീറാണ് എന്ന ഭാഗം. ഇന്നല്ലാഹ ഹയ്യിയ്യുൻ സിത്തീറുൻ യുഹിബ്ബുൽ ഹയാ വസ്സിത്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ലജ്ജിക്കുന്ന റബ്ബാണ്, അതുപോലെ തന്നെ മറച്ചു വെക്കുന്ന റബ്ബാണ്. സിത്തീർ എന്ന പേര് തന്നെ അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഒരു നാമമാണ്. സത്താർ അല്ല, സത്താർ എന്നത് അള്ളാഹിന്റെ പേരിൽപ്പെട്ടതല്ല. സിത്തീർ എന്ന നാമം അള്ളാഹുവിന്റെ പേരിൽപ്പെട്ടതാണ്. അങ്ങേയറ്റം മറക്കുന്ന വ്യക്തി എന്നാണ് വാക്കിന്റെ അർത്ഥം. അതെ, യുഹിബ്ബുൽ ഹയാ വസ്സിത്ർ. ഒരു മനുഷ്യൻ ലജ്ജിക്കുക നാണിക്കുക എന്നതിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അപ്രകാരം തന്നെ വസ്സിത്ര മറവിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. അഥവാ സിത്റിനെ അഥവാ പരസ്യപ്പെടുത്താതിരിക്കുക രഹസ്യമാക്കുക എന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള ഭാഗമാണ്. അതുകൊണ്ട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു തെറ്റ് ചെയ്തവർ ആക്ഷേപിക്കുന്ന ശൈലിയിൽ സൂറത്തുൽ കാണാം യൗമ യുഹ്ശറു അഅദാഉല്ലാഹി ഇലന്നാർ. അള്ളാഹുവിന്റെ ശത്രുക്കളായ
ആ സത്യനിഷേധികളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്ദർഭത്തിൽ പരലോകത്തിൽ ഹത്താ ഇദാ ജാഊഹ ഷഹിദ അലൈഹിം സമഉഹും വഅബ്സാറുഹും, അല്ലാഹുവിന്റെ സദസ്സിലേക്ക് അവർ വരുന്ന സന്ദർഭത്തിൽ അവരുടെ കാതും അപ്രകാരം തന്നെ അവരുടെ കണ്ണും അവരുടെ തോലും ബിമാ കാനൂ യഅമലൂൻ, അവർ ചെയ്തതായ ക്രൂര കൃത്യത്തിനെതിരിൽ അവർക്കെതിരിൽ സാക്ഷി നിൽക്കുന്നതാണ്. അപ്പോൾ വഖാലൂ ലിജുലൂദിഹിം, അവരുടെ തോലിനോട് അവർ സംസാരിക്കുന്നതാണ്, ലിമ ഷഹിദ്തും അലൈന, നിങ്ങൾ ഞങ്ങൾക്ക് എതിരിൽ എന്തിനാണ് സാക്ഷി നിന്നത്? ഖാലൂ, അവർ പറയുന്നതാണ്, അൻതഖനല്ലാഹു അല്ലദീ അൻതഖ കുല്ല ഷൈ, എല്ലാറ്റിനും സംസാരിക്കാനുള്ള, എല്ലാവർക്കും സംസാരിക്കാനുള്ള തൗഫീഖ് നൽകിയ, അതിനുള്ള കൽപ്പ് നൽകിയ റബ്ബ് ഞങ്ങൾക്കും സംസാരിക്കാനുള്ള ചാൻസ് ഇപ്പോൾ നൽകി. അതുകൊണ്ട് വഹുവ ഖലഖക്കും അവ്വല മറ, ആദ്യമായിട്ട് അവൻ നിങ്ങളെ സൃഷ്ടിച്ചവരാണല്ലോ, വൈലിഹി തുർജഊൻ, അവനിലേക്കാണല്ലോ നിങ്ങൾ മടങ്ങിയതും മടക്കവും. വമാ കുൻതും തസ്തതിറൂന അൻ യശ്ഹദ അലൈക്കും സമഉക്കും വലാ അബ്സാറുക്കും വലാ ജുലൂദുക്കും വലാകിൻ ളനൻതും അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ, നിങ്ങൾ തെറ്റ് ചെയ്തതായ സന്ദർഭത്തിൽ ആ മആസികളെ, വമാ കുൻതും തസ്തഖ്ഫൂന ഇൻദ ഇർതികാബികുൽ മആസി, ദോഷങ്ങൾ ചെയ്യുന്നതായ സന്ദർഭത്തിൽ ഞങ്ങളുടെ അവയവങ്ങൾ ഞങ്ങൾ കണ്ടുപോകുമോ എന്നതൊന്നും ആ സന്ദർഭത്തിൽ പേടിച്ചിരുന്നില്ല. അത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്കെതിരിൽ സാക്ഷി നിൽക്കുമോ എന്നതും അതിനെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്നില്ല. ആ രൂപത്തിലായിരുന്നു തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ തെറ്റ് ചെയ്യുന്നവര് അള്ളാഹുവിനെ പേടിക്കാതെ, അള്ളാഹുവിനെ ഭയപ്പെടാതെ തെറ്റ് ചെയ്യാറുണ്ടായിരുന്നത്. വലാകിൻ ളനൻതും അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നതായ ക്രൂര കൃത്യത്തിൽ നിന്നിട്ട് അധിക ഭാഗവും അള്ളാഹുവിനെ അറിയുന്നില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നിപ്പോയത്. അത് വ്യാമോഹം മാത്രമാണ്. വദാലികും ളന്നുകും അല്ലദീ ളനൻതും ബിറബ്ബികും അർദാകും ഫഅസ്ബഹ്തും മിനൽ ഖാസിരീൻ, അള്ളാഹുവിനെ കുറിച്ചുള്ളതായ ഈ തെറ്റിദ്ധാരണയാണ് നിങ്ങളെ ഇപ്പോൾ നാശത്തിലേക്കും നഷ്ടത്തിലേക്കും നയിച്ചത് എന്ന ശൈലി റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പരലോകത്തിൽ വെച്ചിട്ട് പറയാൻ പോകുന്ന രംഗത്തെക്കുറിച്ച് സൂറത്ത് ഫുസ്സത്തിൽ വെച്ചിട്ട് നീട്ടി റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതായ ഭാഗം പലപ്പോഴും നാം കേട്ട് പരിചയമുള്ളതായ ഭാഗമാണ്. വളരെ ശ്രദ്ധേയമാണ്, വളരെ ഭയപ്പെടുത്തുന്ന രംഗമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. അതെ, ഈ ജനങ്ങൾ, ഇവിടെ ജീവിക്കുന്ന ആദമിന്റെ സന്തതികൾ, കുല്ലു ഉമ്മത്തി മുആഫ, എല്ലാവരും ആഫിയത്തിൽ ജീവിക്കുകയാണ്, ഇല്ലൽ മുജാഹിദീൻ, പരസ്യമാക്കുന്നവരൊഴിച്ച്. പരസ്യമാക്കുക എന്ന് പറഞ്ഞാൽ തെറ്റുകളെ പരസ്യമായി ചെയ്യുന്നവരൊഴിച്ച്. അപ്പോൾ തെറ്റുകൾ രഹസ്യമായി ചെയ്യലും പരസ്യമായി ചെയ്യലും ചേഞ്ച് ഉണ്ട്. പരസ്യമായി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തെറ്റ് വർദ്ധിക്കുമെന്ന അർത്ഥത്തിലേക്ക്. അതെ, എത്ര വ്യക്തികൾ രാത്രികളിലൂടെ തെറ്റുകൾ ചെയ്യുന്നു, എന്നിട്ട് ആരും അറിയാതെ ചെയ്തതായ തെറ്റിനെ അവൻ പകലാകുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ പരസ്യമായി പറഞ്ഞുകൊണ്ട് അവനുള്ളതായ ആ ചെയ്തതായ തെറ്റിനുള്ള പരിപൂർണ ശിക്ഷ പരലോകത്തിൽ ലഭിക്കുന്ന രൂപത്തിലായി മാറാനുള്ള ഗതികേടിലേക്ക് അവൻ എത്തുകയും ചെയ്യുന്നു. അത് അരുത്, പാടുള്ളതല്ല. തെറ്റഥവാ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഉടനെ തന്നെ റബ്ബിനോട് മാഫി ചോദിക്കുകയും ജനങ്ങളുടെ മുമ്പിൽ മറച്ചു വെക്കുകയും പറയാതിരിക്കുകയും പരസ്യപ്പെടുത്താതിരിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യാ മഅശറ മൻ ആമന ബിലിസാനിഹി, നാവ് കൊണ്ട് അല്ലാഹുവിൽ വിശ്വസിച്ചതായ സമൂഹമേ, വലം യദ്ഖുലിൽ ഈമാനു ഖൽബ, ഹൃദയത്തിൽ ഈമാൻ കടക്കാത്ത വിഭാഗമേ. ആ വിഭാഗം ആരാണ്? ഈ രൂപത്തിലുള്ള വിഭാഗം. ലാ തഗ്താബുൽ മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിങ്ങളെ കുറ്റവും ദോഷവും എണ്ണിപ്പറയരുത്. അതെ, നിങ്ങൾ അങ്ങനെ കുറ്റവും കുറവും എണ്ണിപ്പറയുന്ന സന്ദർഭത്തിലും വലാ തത്തബിഉ ഔറാതിഹിം, അവരുടെ കുറവുകളെ നിങ്ങൾ അന്വേഷിച്ച് നടക്കരുത്. അവനെവിടെ പോയി, അവൾ എവിടെ പോയി, അവൻ എന്ത് ചെയ്തു, അവൾ എന്ത് ചെയ്തു, എന്തിനാണ് ആ ഭാഗത്തേക്ക് പോയത്, എന്തിനാണ് അത് ചെയ്തത്, എന്താണ് ചെയ്തത് എന്നീ കാര്യത്തെ കുറിച്ച് ചിന്തിക്കാനുള്ളതായ അവകാശമോ അധികാരമോ നിനക്കില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നു, മനിത്തബഅ ഔറാത്തന്നാസ്, ജനങ്ങളുടെ കുറവുകളെ കുറ്റങ്ങളെ അന്വേഷിച്ച് നടന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കുറവുകളെയും അവന്റെ കുറ്റങ്ങളെയും എല്ലാം ജനങ്ങളുടെ മുമ്പിൽ വഷളപ്പെടുത്തുകയും അവൻ സിത്ർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പരസ്യപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതെ, മഹ്ശറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സിത്ർ ചെയ്ത വ്യക്തിയെ കുറിച്ച് ഒരു രംഗം റസൂൽ നമുക്ക് വിവരിച്ചു തരികയാണ്. ഇവിടെ ദുനിയാവിൽ വെച്ചിട്ട് സിത്ർ ചെയ്തതായ വ്യക്തി പരലോകത്തിലെത്തി കഴിയുന്ന സമയത്തിൽ അവൻ അനുഭവിക്കാൻ പോകുന്നതായ ആ സംഭവങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചപ്പോൾ പറയുകയുണ്ടായി, മുഅ്മിനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുപ്പിക്കും അവനിലേക്ക് പരലോകത്തിൽ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ചെറുദോഷങ്ങൾ അവനിലേക്ക് പ്രകടമാക്കി കൊടുക്കും. ആ സന്ദർഭത്തിൽ അവൻ, ഞാൻ ഈ ദോഷങ്ങളെല്ലാം ചെയ്തതോടുകൂടി ഇനി അല്ലാഹു എനിക്ക് പുറത്തിരികയില്ലേ, എന്നെ അല്ലാഹു നശിപ്പിച്ചു കളയുമോ, എന്നെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു കളയുമോ എന്നവൻ പേടി വരുന്ന സന്ദർഭം വരും. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയുന്നതാണ്, അല്ലാഹു നീ മറച്ചതുപോലെ നിന്റെ ദോഷങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ വെച്ചിട്ട് മറക്കുകയും അല്ലാഹു അത് പുറത്തു തരുകയും ഇപ്പോൾ നിനക്ക് അതിന് പകരം സൽക്കർമ്മങ്ങൾ നിനക്ക് വർദ്ധിപ്പിച്ചു തരുകയും ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ സന്തോഷിപ്പിക്കുകയും അഥവാ
മറച്ചു വെക്കുക എന്നത് ഒരു സാലിഹായ അമലാണ്. അഥവാ തെറ്റുകൾ വന്നു പോയാൽ അത് പരസ്യപ്പെടുത്താതെയും തെറ്റുകൾ വന്നു പോകുമ്പോൾ ഭയം വരികയും തെറ്റുകൾ വന്നു പോകുമ്പോൾ ഉടനെ തന്നെ പിന്തിക്കാതെ പാശ്ചാത്തപിക്കുകയും അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക എന്നത് അവന്റെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ളതായ ശൈലിയാണ്. ഇതുപോലെയുള്ള വേറെയും ഹദീസുണ്ട്. പരലോകത്ത് ഒരു വ്യക്തിയെ കൊണ്ടുവരപ്പെടും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു പറയുന്നതാണ് അവന്റെ ചെറുദോഷങ്ങളെ ഇവിടെ നിരത്തുക. അങ്ങനെ അവന്റെ ചെറുദോഷങ്ങളെ നിരത്തുന്നതാണ്. ആ നിരത്തി വെക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പേടിച്ച് അവൻ ചെയ്തതായ വന്തോഷങ്ങളിലേക്ക് ശ്രദ്ധ പോകും. എന്തായിരിക്കും അള്ളാഹു ഇപ്പോൾ ഞാൻ ചെയ്തതായ വന്തോഷങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് കാട്ടും എന്ന് ഭയപ്പെടുന്നതാണ്. ഇവൻ മുഅ്മിനായ മനുഷ്യനാണ്, ഇവൻ പശ്ചാത്തപിച്ച മനുഷ്യനാണ്, ഇവൻ ഖേദിച്ച മനുഷ്യനാണ്, അവൻ തൗബ ചെയ്തതിന് ശേഷം വീണ്ടും തെറ്റിലേക്ക് മടങ്ങാത്ത മനുഷ്യനാണ് എന്നതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തെറ്റുകളെയെല്ലാം പ്രകടമാക്കിയതിന് ശേഷം അവനോട് റബ്ബുൽ ഇസ്സത്ത് പറയുന്നതാണ്, അല്ലാഹു റസൂൽ ഓതുകയാണ് ഈ ഹദീസിന്റെ അവസാനത്തിൽ, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. പാശ്ചാത്തപിച്ചവൻ ഒഴിച്ച് പാശ്ചാത്തപിച്ചതായ വിഭാഗം തെറ്റുകൾ അതെത്ര വലിയ തെറ്റാണെങ്കിലും ശരി ആ തെറ്റുകൾ നിട്ട് മോചിച്ചു. ആ തെറ്റുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫുർഖാനിൽ എണ്ണിയത് അല്ലാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുക, ശിർക്ക് ചെയ്യുക, അല്ലാഹു വിശ്വസിക്കാതിരിക്കുക, അപ്രകാരം വ്യഭിചരിക്കുക പോലത്തതായ തെറ്റുകളെല്ലാം എണ്ണിയതിന് ശേഷമാണ് റബ്ബുൽ ഇസ്സത്ത് ഞാൻ നിങ്ങളെ കൽപ്പിച്ചതായ ഭാഗം പറയുന്നത്. അതേതാണ്? ഇല്ലാ മൻ താബ വആമന വഅമില സാലിഹ. ഈ രൂപത്തിലുള്ള പാപങ്ങളെല്ലാം ചെയ്തവരുടെ കൂട്ടത്തിൽ നിന്നിട്ട് പാശ്ചാത്തപിച്ച് തൗബ ചെയ്ത് ഇസ്ലാമിലേക്ക് മടങ്ങി അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു, ഷഹാദത്ത് കലിമ ചൊല്ലി നമസ്കാരം ഉപയോഗിച്ചവനാണെങ്കിൽ നമസ്കരിക്കാൻ തീരുമാനിച്ചു, അവൻ മുമ്പുള്ളതായ ആ തെറ്റിൽ നിന്നിട്ട് മോചിച്ചു, അതിനോട് പിൻവലിച്ചു, അപ്രകാരത്തിന് വ്യഭിചരിച്ചവനാണെങ്കിൽ അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ശിർക്ക് ചെയ്ത് അള്ളാഹുവിനെ തരം താഴ്ത്തി അള്ളാഹുവിനെ വില വെക്കാതിരുന്ന് അള്ളാഹു സൃഷ്ടിച്ച ഷിട്ടികളെ അള്ളാഹുവിനോട് തുല്യപ്പെടുത്തിയതായ വിഭാഗം അത് ഏറ്റവും വലിയ പാപം ചെയ്തവരാണ്. ആ ഇനങ്ങളെയും ഈ ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എണ്ണുകയുണ്ടായി. അങ്ങനെയുള്ള വിഭാഗം അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചു, അള്ളാഹുലേക്ക് മടങ്ങി, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാനുള്ളതായി തീരുമാനത്തിലേക്ക് എത്തി, പാശ്ചാത്തപിച്ചു, ഖേദിച്ചു മടങ്ങി. ഇങ്ങനെയായി ഈ ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു പറയുന്നു, ഇല്ലാ മൻ താബ വആമന വഅമില സാലിഹ. തൗബ ചെയ്യുകയും സത്യവിശ്വാസിയായി മാറുകയും ചെയ്താൽ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അവരുടെ ദോഷങ്ങളെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പകരം ഹസനാത്തുകളാക്കി മാറ്റുന്നതാണ്. ദോഷം പുറത്തു തരുമെന്ന് മാത്രമല്ല പറഞ്ഞത്, ദോഷങ്ങൾ പുറത്തു തരുന്നതോടുകൂടി ജാഹിലിയ്യ കാലഘട്ടത്തിൽ ചെയ്തതായ എല്ലാ തെറ്റുകൾക്ക് പകരം ഹസനാത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരലോകത്തിൽ എഴുതുമെന്നാണ്. അത് ഒരു മഹാ അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തിൽ തൗബ ചെയ്തവരായ പാശ്ചാത്തപിച്ചവരായ ഷിട്ടികൾക്ക് വേണ്ടി നൽകുന്നതായ അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തിന്റെ ഒരു ഭാഗമാണ്. ഈ അനുഗ്രഹം ലഭിക്കാൻ എന്ത് വേണം? ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി പാശ്ചാത്തപിച്ച് പിന്നെ ആ തെറ്റുകളിലേക്ക് മടങ്ങാതിരിക്കുകയും തെറ്റുകളിൽ നിന്നിട്ട് മോചിക്കുകയും തെറ്റുകളിൽ നിന്ന് തീരെ ഇഖ്ലാഇ എന്ന അറബി ഭാഷയിൽ പറയുന്ന ഹദീസിന്റെ ഭാഷയിൽ അതിൽ നിന്നിട്ട് തീരെ പിന്മാറുകയും പിന്നെ അതിലേക്ക് മടങ്ങാതിരിക്കുകയും ചെയ്തതായ തെറ്റുകളിൽ ഖേദം പ്രകടിപ്പിക്കുകയും അപ്രകാരം തന്നെ അവൻ പാശ്ചാത്താപത്തിന്റെ എല്ലാ നിബന്ധനകൾ ഒത്തുകൊണ്ടുള്ള പാശ്ചാത്തപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ ചെയ്തതായ തെറ്റുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹസനാത്താക്കി മാറ്റും. ആ തെറ്റുകൾക്കെല്ലാം മാഫി ചെയ്തതിന് ശേഷം ആ തെറ്റുകളുടെ സ്ഥാനത്തെല്ലാം സൽക്കർമ്മങ്ങൾ അവന് എഴുതപ്പെടുകയും ചെയ്യുമെന്നാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതെ, അടിമ അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുമ്പോഴെല്ലാം അവന്റെ പാപങ്ങൾ ഫർളുകൾ ചെയ്തതിന് ശേഷം സുന്നത്തുകൾ വർദ്ധിപ്പിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുലേക്ക് അവൻ അടുത്തുകൊണ്ടേയിരിക്കും എന്നതായ ശൈലി ഇന്ന് മദീന ഇമാമ് എന്ന സൂറത്ത് ഓതിയും കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്പ ദിവസങ്ങൾ അല്പ മാസങ്ങൾ വഹി വരുന്നത് പെന്തിയതായ സന്ദർഭത്തിൽ അവർ അവർക്ക് വളരെ പ്രയാസമുണ്ടായ സമയമുണ്ടായിരുന്നു. ആ സന്ദർഭത്തിലാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു വദ്ദുഹ സൂറത്ത് ഇറക്കുന്നത്. അവിടെയാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമാധാനിപ്പിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ
പ്രയാസപ്പെടുത്തുകയോ അവരെ വെറുക്കുകയോ അവരോട് ചൊടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ദുഹയെ തന്നെയാണ് സത്യം, അതുപോലെ തന്നെ വല്ലൈലി രാത്രി തന്നെയാണ് സത്യം. അത് അടങ്ങുന്ന ഒതുങ്ങുന്ന സന്ദർഭത്തിൽ എന്നിട്ട് സത്യവചനം ചെയ്തതിന് ശേഷം അള്ളാഹു എന്താണ് പറയുന്നത്? നിങ്ങളെ അഥവാ അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു പറയുന്നു ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടൊഴിവാക്കിയിട്ടില്ല, കൈവിട്ടിട്ടില്ല. നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല, നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടില്ല, നിങ്ങളോട് ചോദിച്ചിട്ടില്ല. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇറക്കി തന്നതായ ഈ വഹി അതിന്റെ പരിപൂർണതയിലേക്ക് നിങ്ങൾക്ക് എത്തുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്നതായ ട്രെയിനിങ്ങിന്റെ രൂപമാണത്. അള്ളാഹുവിന്റെ പ്രത്യേക തർബിയത്തിന്റെ ശൈലിയാണത്. പരലോകം ആണ് നിങ്ങൾക്ക് ദുനിയാവിനേക്കാളും ഉത്തമമായ ജീവിതം. ഈ ലോകം ഇത് നശ്വര ലോകമാണ്. ഇത് ഈ ഭൗതിക ലോകം ഇത് ജീവിക്കാനുള്ള ലോകമല്ല, ഇത് പരീക്ഷണത്തിനുള്ള ലോകമാണ്, ഇത് അമൽ ചെയ്യാനുള്ള ലോകമാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളാണെന്ന് സമ്മതിച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ കഴിവ് കൽപ്പ് മനസ്സിലാക്കി അള്ളാഹുവിന്റെ മുമ്പിൽ തല കുനിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹു അയച്ചതായ ദൂതരിൽ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതായ സത്യവിശ്വാസികളിലൂടെ ജീവിക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരലോകമെന്ന ഒരു മഹാലോകം വരാൻ പോകുന്നുണ്ട്. അവിടെ സ്വർഗ്ഗലോകത്തിൽ അവർക്ക് ജീവിക്കാനുള്ള ചാൻസുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു സൃഷ്ടികളാകുന്ന നമുക്ക് അഥവാ റസൂലുള്ളാഹിന്റെ ഉമ്മത്തുകളായ നമുക്ക് പാഠം പഠിപ്പിക്കുന്നതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടാണ് മുഖാതബത്ത് നടത്തുന്നത്. റസൂല് മാത്രമല്ല ഈ മുഖാതബ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെ കേൾക്കുന്ന, അതിനെ വായിക്കുന്ന, അതിനെ പഠിക്കുന്ന, അതിനെ ഓതുന്ന ഉമ്മത്തുകൾക്കെല്ലാം ബാധകമാണ്. മുഹമ്മദേ റസൂലേ, നിങ്ങൾക്ക് പരലോകം ഉത്തമമാണ് ദുനിയാവിനേക്കാൾ. മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകളെ, നിങ്ങൾക്ക് പരലോകം ഉത്തമമാണ് ദുനിയാവിനേക്കാൾ. പരലോകമാണ് യഥാർത്ഥത്തിൽ ഫീഹ അവിടെയുണ്ട്, അഥവാ സ്വർഗ്ഗലോകത്തിലുണ്ട്. വല ഐനുൻ റഅത്ത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു കാതും കേട്ടിട്ടില്ലാത്തതും ഒരു മൂക്കും മണത്തിട്ടില്ലാത്തതും ഒരു നാവും രുചിച്ചിട്ടില്ലാത്തതും ഇവിടെ ഉള്ളതല്ലേ അല്ല അവിടെയുള്ളത്. ഇവിടെ നമുക്ക് തുല്യത എന്തിൽ മാത്രമാണ്? അവിടെ റുമ്മാനുണ്ട്, ഇവിടെ റുമ്മാനുണ്ട്. എന്തിലാണ് തുല്യത? പേരിൽ മാത്രമാണ്. അവിടെ വെള്ളമുണ്ട്, അവിടെ നദികൾ ഒഴുകുന്നുണ്ട്. ആ നദിയിൽ പാലിന്റെ നദിയുണ്ട്, തേനിന്റെ നദിയുണ്ട്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വിവരിക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത് ദുനിയാവിലുള്ളതായ സാധനത്തോട് തുല്യത പേരിൽ മാത്രമാണ്. അത് അവിടെയുള്ളത് ഒരു കാതും കേട്ടിട്ടില്ലാത്തതും ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു ഹൃദയത്തിൽ ഉദിച്ചിട്ടില്ലാത്തതുമായതായ ലോകമാണ് സ്വർഗ്ഗലോകം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അതാണ് ഉത്തമം നിങ്ങൾക്ക് മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഉത്തമം നിങ്ങൾക്ക് മുഹമ്മദിന്റെ ഉമ്മത്തുകളെ, എന്റെ അടിമകളെ. നമ്മളോടെല്ലാമാണ് അള്ളാഹുവിന്റെ സംസാരം. അതെ, അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സന്ദർഭത്തിൽ അള്ളാഹു അവരോട് നിങ്ങൾക്ക് പരലോകം വേണമോ അല്ല ഇവിടെ തന്നെ കൂടണമോ ദുനിയാവിൽ എന്ന് ചോദിച്ചപ്പോൾ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനോട് റസൂൽ എന്താണ് പറഞ്ഞത്? എനിക്ക് വേണ്ടത് പരലോകമാണ്, എനിക്ക് ഈ ദുനിയാവിൽ ജീവിക്കേണ്ട ആവശ്യമില്ല, നിന്റെ അടുക്കിലേക്ക് വരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ റിസാലത്ത് ജീവിതം 23 കൊല്ലത്തിലൂടെ ജീവിച്ച കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് ആ വഹിയിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പരലോകത്തിലുള്ളതായ ആ സുഖങ്ങളുടെ, ആ ആഡംബരങ്ങളുടെ, ആ ജീവിതത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അവിടെ അള്ളാഹുവിന്റെ ലിഖാനും അള്ളാഹിന്റെ കൂടെ ഒരുമിച്ച് കൂടാനും അള്ളാഹുവിന്റെ ശബ്ദം കേൾക്കാനും അള്ളാഹുവിലേക്ക് അടുക്കുവാനും ചാൻസ് ലഭിക്കുന്നതായ ഒരു മഹാ നേട്ടമാണ് അള്ളാഹുലേക്ക് എത്തുക എന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെ ഇഷ്ടപ്പെട്ടു, അഥവാ ദുനിയാവിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആത്മാവിനെ ഭൂമിയിൽ നിന്നിട്ട് പിടിക്കുകയും അള്ളാഹുലേക്ക് ക്ഷണിക്കുകയും ചെയ്തതായ സംഭവം. അതാണ് അവരുടെ മരണമാസന്നമായ സന്ദർഭത്തിൽ ഈ റബീഉൽ അവ്വൽ മാസത്തിലൂടെ മുസ്ലിം ലോകത്തിന് മുമ്പിൽ വിട്ടുകിടക്കുന്നതായ ഒരു മഹാ അപകട സംഭവം അതാണല്ലോ. ലോകത്തിൽ അതുപോലെയുള്ള അപകടം മുമ്പുണ്ടായിട്ടേ ഇല്ല, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുക തന്നെ ഇല്ല. അത്രയും വലിയ അപകടമാണ് ഈ മാസത്തിലൂടെ മുസ്ലിം ലോകത്തിന് സംഭവിച്ചത്. അതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തുൽ ലിൽ ആലമീനായിട്ട് ഈ സൃഷ്ടികൾക്ക്, ഈ മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകൾക്ക് നിയോഗിച്ചതായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഈ ഭൂമിയിൽ നിന്നിട്ട് അള്ളാഹുലേക്ക് ക്ഷണിച്ച ദിവസം ഉൾക്കൊള്ളുന്ന മാസമാണ്. അതിൽ രണ്ടഭിപ്രായം പണ്ഡിതന്മാരുടെ ഇടയിലില്ല, ചരിത്രകാരന്മാരുടെ ഇടയിലില്ല. അതേ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോൾ ജനിച്ചു എന്നതിൽ 5
5-6 അഭിപ്രായങ്ങളുണ്ട്. ഇവിടെ ഒരു അഭിപ്രായവുമില്ല. എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സന്ദർഭത്തിൽ അവിടെ ഒരു സത്യവിശ്വാസി ഉണ്ടായിരുന്നില്ല, അവിടെ മുഅ്മിൻ ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാകുന്ന തിങ്കളാഴ്ചയെ നമുക്ക് പരിചയപ്പെടുത്തി എന്നല്ലാതെ ഏത് മാസത്തിൽ ജനിച്ചുവെന്നോ ഏത് വർഷത്തിൽ ജനിച്ചുവെന്നോ ഒന്നും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വ്യക്തമായി വിവരിച്ചു തന്നിട്ടുമില്ല. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ചർച്ച ഉണ്ടാവുകയില്ലായിരുന്നേനെ. പക്ഷേ ലോകം മനസ്സിലാക്കിയത്, ലക്ഷത്തോളം സഹാബാക്കൾ കണ്ടത്, സാക്ഷികളായത് എന്തിനാണ്? റസൂലുള്ളാഹി നമ്മളോട് വിടവാങ്ങിയ സംഭവത്തിനാണ്. അതാണ് ഏറ്റവും വലിയ മുസീബത്ത്. ആ മുസീബത്ത് ഉണ്ടായിരുന്നതായ സന്ദർഭത്തിൽ മഹാനായ അനസ് പറയുകയുണ്ടായി, ഞങ്ങളുടെ ജീവിതത്തിൽ മദീനയിൽ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾക്കുണ്ടായത് അതെപ്പോഴായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വന്നതായ സന്ദർഭം. ആ സന്ദർഭത്തിൽ മദീന മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സന്തോഷത്തിൽ, ആഹ്ലാദത്തിൽ, അടങ്ങാത്ത ആവേശത്തോടു കൂടി റസൂലുള്ളാഹിയെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി അവരൊരുങ്ങുകയും തയ്യാറെടുക്കുകയും ചെയ്തു. ആ സന്ദർഭമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ മദീനയിൽ ഉണ്ടായിരുന്നതായ ഏറ്റവും വലിയ സന്തോഷ ദിവസം. അതേ സമയത്ത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ദുഃഖ ദിവസം ഉണ്ടായിരുന്നത് അത് മദീന ഇരുളായി പോയതായ ദിവസം, അത് റസൂലുള്ളാഹി ഞങ്ങളോട് വിടവാങ്ങിയതായ ദിവസമാണെന്ന് മഹാനായ റസൂലുള്ളാഹിക്ക് 10ഓളം വർഷം ഖിദ്മത്തെടുത്തതായ മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ലോകത്തിന് ഏറ്റവും വലിയ അപകടം ഉണ്ടായതായ ദിവസവും അപകടമുണ്ടായതായ മാസവുമാണ് റബീഉൽ അവ്വൽ മാസം. അതുകൊണ്ട് തന്നെയായിരിക്കാം ആ മാസത്തിന്റെ പേര് തന്നെ ഖുർആനിൽ വരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച് ആദരിച്ച 4 മാസത്തെ ഒന്നിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹറമാത്തുകളായ മാസത്തെ എണ്ണി, അതോടൊപ്പം റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഖുർആനിലൂടെ റമളാൻ മാസത്തെയും എണ്ണി. അതേ സമയത്ത് ഈ റബീഉൽ മാസത്തെ കുറിച്ച് ഖുർആനിൽ സംസാരിച്ചിട്ട് തന്നെ ഇല്ല. എന്തേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിടവാങ്ങുകയും മുസ്ലിം ലോകത്തിന്റെ മനുഷ്യരാശിക്ക് ആസകലം മുസീബത്ത് ഉണ്ടാവുകയും ചെയ്തതായ ദിവസമാണ്. അതുകൊണ്ട് ഈ ദിവസം ഉൾക്കൊള്ളുന്നതായ മാസത്തെ യഥാർത്ഥത്തിൽ ആഘോഷത്തിലൂടെയും വേണ്ടടിക്കലിലൂടെയും ദപ്പുമുട്ടലിലൂടെയും പാട്ടുപാടലിലൂടെയും ഡയസാടലിലൂടെയും എല്ലാം സ്വീകരിക്കേണ്ടത് യഥാർത്ഥത്തിൽ, മറിച്ച് ഈ മാസം വിട്ടുകിടക്കുമ്പോൾ സ്മരിക്കേണ്ടത് റസൂൽ നമ്മളോട് വിടവാങ്ങിയ മാസമാണല്ലോ. അതുകൊണ്ട് ആ മാസത്തിൽ നമ്മുടെ നേതാക്കളായ മഹാത്മാക്കൾ ദുഃഖിക്കുകയും ഖേദിക്കുകയും ചെയ്തതായ മാസമായിരുന്നു. അപ്പോൾ നാം ഈ മാസം വരുന്ന സന്ദർഭത്തിൽ ഇന്ന് മദീന ഇമാമ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട് വദ്ദുഹാ സൂറത്ത് ഇറക്കിക്കൊണ്ട് സമാധാനിപ്പിച്ചതായ രംഗം പറയുമ്പോൾ മുസ്ലിം ലോകം ശ്രദ്ധിക്കേണ്ടതായ ഭാഗം എന്താണ്? ആ സംഭവമാണ്. ഏത്? ഈ മാസത്തിൽ അത്രയും വലിയ പ്രയാസം മുസ്ലിങ്ങൾക്ക് നേരിടേണ്ടി വന്നതായ ആ പ്രയാസമുണ്ടായ മാസമാണല്ലോ. അതുകൊണ്ട് നാം ഒരിക്കലും ആ പ്രയാസമുണ്ടായ മാസത്തിൽ ആഘോഷിക്കലോ അല്ലെങ്കിൽ ഇപ്പോൾ നാം കാണുന്നതായ തോന്നിവാസങ്ങളും അനാചാരങ്ങളും ചെയ്യലോ അതൊന്നും പാടുള്ളതല്ല, ചെയ്യാൻ പാടുള്ളതല്ല. അങ്ങനെ ആരും ചെയ്തിട്ടുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിനം അറിഞ്ഞാൽ തന്നെ സഹാബാക്കളുടെ കാലഘട്ടത്തിൽ ആരും തന്നെ ആ രൂപത്തിലുള്ളതായ ആഘോഷങ്ങൾ കൊണ്ടാടുകയോ ജന്മദിനാഘോഷമോ അല്ലെങ്കിൽ മരണദിനാഘോഷമോ അല്ലെങ്കിൽ ബർത്ത്ഡേയോ കൊണ്ടാടിയതായിട്ട് നമുക്കൊരു വിവരം കിട്ടിയിട്ടില്ല. ഖുർആനിലൂടെ ഇല്ല, സുന്നത്തിലൂടെ ഇല്ല. നമ്മുടെ നാട്ടിലും കേരളത്തിലും ഉള്ളതായ എല്ലാ വകുപ്പും അംഗീകരിക്കുന്ന ഭാഗമാണ്, ഗ്രന്ഥത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബർത്ത്ഡേ കൊണ്ടാടുക എന്നത്, മൗലിദാഘോഷം കൊണ്ടാടുക എന്നത് 1, 2, 3 നൂറ്റാണ്ടുകളിൽ ഉണ്ടായിട്ടില്ല. അത് ആദ്യമായിട്ട് തുടങ്ങി വെച്ചത് അത് ഷിയാക്കളാണ്, അത് റാഫിദികളാണ്, അത് ഫാത്തിമീസത്തിന്റെ ഉടമകളാണ്. ആ വിഭാഗം ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളാണ്. ജൂതന്മാർ കഴിഞ്ഞാൽ അത്ര വലിയ ശത്രുക്കൾ ചെയ്തതായ ഒരു പരാക്രമമാണ് അല്ലെങ്കിൽ തോന്നിവാസമായിരുന്നു എന്നതുകൊണ്ട് തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചവരായ അഹ്ലുസ്സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കളായ പണ്ഡിതന്മാരോ നാടന്മാരോ അതിന് വില നൽകിയിരുന്നില്ല. അവർ കൊണ്ടാടിയതായ സന്ദർഭത്തിൽ ഏകദേശം ഹിജ്റ 362 ഈ ഫാത്തിമി കുടുംബം ഈജിപ്തിൽ മരിച്ചതായ കാലഘട്ടത്തിൽ 5-6 മൗലൂദുകൾ അവിടെയുള്ളതായ നേതാവ് അൽ മുഇസ്സുൽ ദീനില്ലാ എന്ന പേരിൽ അറിയപ്പെട്ട ഒരു ഷിയ നേതാവ് ഉണ്ടാക്കി വെച്ചത്. അതിൽ റസൂലുള്ളാഹിന്റെ പേരിൽ മൗലിദുണ്ട്, അലിയുടെ പേരിൽ മൗലിദുണ്ട്, അതുപോലെ തന്നെ ഹസൻ, ഹുസൈൻ, ഫാത്തിമ റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ, നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പേരിലെല്ലാം മൗലിദുണ്ട്. അപ്രകാരം തന്നെ അൽ ഖലീഫത്തുൽ ഹാദിർ എന്ന നിലവിലുള്ളതായ ഖലീഫയുടെ പേരിൽ മൗലിദുണ്ടായിരുന്നു. ഇതിനൊന്നും ആരും കൂട്ടാക്കിയിരുന്നില്ല. അവരുടെ ഭരണകൂടം 100ഓളം വർഷങ്ങൾ വിട്ടുകടന്നു. അവരുടെ ശൃംഖല അറ്റുപോയതിന് ശേഷം ആ കാലഘട്ടത്തിൽ മഹാനായ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലഘട്ടം വരുമ്പോഴാണ് അവരുടെ ശൃംഖല അറ്റുപോയത്. അഥവാ ഈ ഷിയാക്കളുടെ ശൃംഖല, അവരുടെ ഭരണകൂടം അവസാനിച്ചത്. ആ ഉബൈദികളുടെയും ആ ഫാത്തിമികളുടെയും ആ കാലഘട്ടത്തിൽ അവരുടെ ഇടയിൽ മാത്രം അറിയപ്പെട്ടതായ
ഒരു വടക്ക് ബിദ്അത്തായ ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാരുടെ ഗ്രന്ഥത്തിലോ മുസ്ലിം പണ്ഡിതന്മാരുടെ ചർച്ചയിലോ അത് വരുന്നില്ല. അത് അവസാനമായിട്ട് നമുക്കറിയാവുന്നതുപോലെ 7-ാം നൂറ്റാണ്ടിലേക്ക് എത്തിയപ്പോൾ കുർദിസ്ഥാനിൽ ഉള്ളതായ ഒരു മുദഫർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇറാഖിന്റെ വടക്ക് ഭാഗമാകുന്ന ഇർബിൽ എന്ന നാട്ടിലുണ്ടായിരുന്നതായ ഒരു രാജാവ് ഉണ്ടാക്കിയെടുത്തതായ, രാജാവ് അംഗീകരിച്ചതായ ഒന്നായിരുന്നു 7-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ 7-ാം നൂറ്റാണ്ട് വരെ റസൂലുള്ളാഹിയുടെ കാലഘട്ടം മുതൽ 7 നൂറ്റാണ്ട് വരെ ഞാൻ സാധാരണ ഇവിടെയുള്ളതായ ഖുബ്ബയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകളുടെയും അവർ അന്ത്യവിശ്രമം കൊള്ളുന്നതായ ആയിഷാന്റെ വീടിന്റെയും എല്ലാം മീതെ ഇപ്പോൾ കാണുന്ന ആ ഖുബ്ബ റസൂലുള്ളാഹി വഫാത്തായിട്ട് 700 കൊല്ലം കഴിഞ്ഞ ശേഷമാണ് ഉണ്ടായത്. അതുവരെ അവിടെ ഖുബ്ബയില്ല എന്ന് ഞാൻ സാധാരണ പറയാറുണ്ടല്ലോ. എന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് 700 കൊല്ലം വരെ മുസ്ലിങ്ങളുടെ ഗ്രന്ഥത്തിൽ മൗലിദി എന്ന പേരിൽ ഒരു ആചാരമോ ഒരു ബർത്ത്ഡേയോ കൊണ്ടാടുക എന്നത് യഥാർത്ഥ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശമായിട്ട് കണ്ടിട്ടേ ഇല്ല, ചരിത്രത്തിലില്ല. അവസാനമായിട്ട് ഉണ്ടായത് തന്നെ 7-ാമത്തെ നൂറ്റാണ്ടിലാണ്. ആ നൂറ്റാണ്ടിൽ ഉണ്ടായതായ സന്ദർഭത്തിൽ ഈ മുദഫർ രാജാവ് സ്വന്തം പങ്കെടുത്തുകൊണ്ട് ഡാൻസ് ആടുകയും അവിടെ സമ്മേളിച്ചതായ ആ സദസ്സിൽ പങ്കെടുക്കുകയും അവിടെ ഡാൻസ് ആടുകയും പാട്ടുപാടുകയും വേണ്ടാത്ത തോന്നിവാസങ്ങൾ ചെയ്യുകയും ചെയ്യുന്നതായ രംഗങ്ങളാണ് അവിടെ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അൽ ഹാവി ലിൽ ഫതാവ എന്ന ഗ്രന്ഥത്തിൽ വിവരിക്കുന്നത്. അത് വിശദീകരിച്ച് പറയാൻ നമുക്ക് ടൈമില്ല. എങ്കിലും അവിടെ ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ ഹാവി ലിൽ ഫതാവ എന്ന ഗ്രന്ഥത്തിൽ ഇത് ഉദ്ധരിച്ച സന്ദർഭത്തിൽ അദ്ദേഹം വളരെ നിഷ്പക്ഷമായിട്ടാണ് ആ വിഷയം ചർച്ച ചെയ്തത്. അനുകൂലിക്കുന്നവരെയും പ്രതികൂലിക്കുന്നവരുടെയും എല്ലാം അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തുകയുണ്ടായി. അതിൽ മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന്റെ ഒരു അസ്ലില്ല, അത് ബിദ്അത്താണ്, എന്തുകൊണ്ട് 1, 2, 3 നൂറ്റാണ്ടുകളിൽ ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ മൗലിദിനെ കുറിച്ച് സംസാരിക്കാൻ തന്നെ ആരംഭിച്ചത്. അപ്പോൾ അതിനുശേഷം അനുകൂലമായ സംസാരം സംസാരിച്ചോ, സുയൂത്തിയും അനുകൂലിച്ചോ, റഹ്മത്തുള്ളാഹി അലൈഹിം ജമിയാൻ, അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം എന്താണ്? ഖുർആനിനോടും സുന്നത്തിനോടും യോജിച്ച കാര്യങ്ങൾ ഒരാൾ പറയുമ്പോൾ ആ ഭാഗമാണ് നാം അംഗീകരിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ ഇടയിൽ ഖിലാഫ് ഉണ്ടായി കഴിഞ്ഞാൽ ഫഅലൈക്കും ബിസുന്നതി, എന്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. സുന്നത്തുൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, എന്റെ ശേഷം വരുന്നതായ ആ ഖുലഫാ റാഷിദീങ്ങളുടെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. വഅല്ലു അലൈഹാ ബിൻ നവാദിജ്, നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് നിങ്ങൾ അത് കടിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുക എന്ന അർത്ഥത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ഞാൻ കൽപ്പിച്ചതായ ഭാഗങ്ങൾ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനിയെ കുറിച്ചാവട്ടെ, അതുപോലെ നാം അംഗീകരിക്കുന്ന പണ്ഡിതന്മാരെ കുറിച്ചാവട്ടെ, അവരൊക്കെ പറയുന്ന കാര്യങ്ങളിൽ ഖുർആനോട് സുന്നത്തിനോട് യോജിക്കുന്ന കാര്യങ്ങളൊക്കെ അലൽ റഅസി വൽ ഐൻ നാം അത് തലയിൽ കയറ്റിവെക്കേണ്ടതും അത് നാം പ്രസന്നതയോടുകൂടി കാണേണ്ടതും സ്വീകരിക്കേണ്ടതും ജീവിതത്തിൽ പകർത്തേണ്ടതുമാണ് എന്നതാണ് ഇത്തരണത്തിൽ ഉണർത്താനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സൗദി അറേബ്യയിൽ ലോകരാഷ്ട്രങ്ങളിൽ മിക്ക രാഷ്ട്രങ്ങളിൽ നാം കാണുന്നത് പോലെയുള്ളതായ ആഘോഷങ്ങൾ ഈ മാസം വരുമ്പോൾ ഇല്ലാത്തത്. എന്തേ? റസൂല് അന്ത്യവിഷമം കൊള്ളുന്ന നാടാണ്, റസൂല് ഹിജ്റ വന്ന നാടാണ്. അങ്ങനെയുള്ള നാട്ടിൽ റസൂല് ചെയ്യാത്ത, സഹാബാക്കൾ ചെയ്യാത്ത, താബീങ്ങൾ ചെയ്യാത്ത, മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു അനാചാരം ഇവിടെ ഉണ്ടാക്കുക എന്നത് ദീനിന്റെ പേരിൽ അതൊരിക്കലും ഇവിടെയുള്ളവർ ചെയ്യാൻ തയ്യാറില്ല. അതുകൊണ്ടാണ് അത് അവർ ചെയ്യാത്തത്. അതേ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇത് ചെയ്യുന്നവരിൽ നിന്നിട്ട് ബഹുഭൂരിപക്ഷവും സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നവരാണ് ഇവിടെയുള്ളതായ പണ്ഡിതന്മാർ, ഈ ഭരണകൂടം, ഈ നാട്ടുകാർ. എന്തേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ 1-ാം ക്ലാസ്സിൽ മുതൽക്ക് തന്നെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതായ നാടാണിത്. ഇവിടെയുള്ള 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പുസ്തകങ്ങളിൽ തന്നെ റസൂൽ ആര്, റസൂലുള്ളാഹിന്റെ പേര് എന്ത്, വാപ്പാന്റെ പേരെന്ത്, ഉമ്മാന്റെ പേരെന്ത്, അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ പേരുകൾ, അപ്രകാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മക്കളുടെ പേരുകൾ, ഇതെല്ലാം ചെറുപ്പത്തിലെ പഠിപ്പിക്കുകയും റസൂലുള്ളാഹിന്റെ സീറ പഠിക്കുകയും അത് ഇവിടെ ഒരു റബീഉൽ മാസത്തിലേക്ക് മാത്രം നീട്ടിവെക്കാതെ എല്ലാ മാസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുദീർഘതരങ്ങളും മദ്ഹകളും സീറയും ഇവിടെ പഠിപ്പിക്കുകയും അത് എഴുതുന്നവർക്കും എഴുതി സമർപ്പിക്കുന്നവർക്കുമല്ല ഇവിടെ ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നാടാണ് ഇത്. അത് തന്നെ തെളിവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കുന്നവരാണ് ഇവർ എന്നതുകൊണ്ടാണ് അത് കാട്ടുന്നത്. അതുകൊണ്ട് നാം അല്ലാഹു റസൂലിനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കണം. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാനുള്ളതായ രൂപങ്ങൾ ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ചില ഭാഗങ്ങളാണ് ഇന്ന് മദീന ഇമാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബോദിയതായ ആ മിമ്പറിന്റെ മീതെ വെച്ച് ഖുതുബോദിയതായ സന്ദർഭത്തിൽ ഡോക്ടർ അബ്ദുൽ ബാരി സുബൈത്തി സംസാരിച്ചത്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.